എല്ലാവർക്കും നമസ്കാരം. കുറച്ച് നാളുകൾക്ക് ശേഷമാണ് നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് വീണ്ടും പ്രസന്റ് ആവുന്നത്. എല്ലാവർക്കും ആദ്യമേ തന്നെ നമസ്കാരം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ 2-3 വർഷമായി അപ്പെക്സ് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ വളരെ ശ്രദ്ധിച്ചു. എല്ലാവരോടും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അറിയിച്ചതുപോലെ നമ്മൾ മുന്നോട്ടേക്കുള്ള നമ്മുടെ ഓരോ സ്റ്റെപ്പും കൊടുക്കും. നിങ്ങൾക്ക് പലർക്കും ബാക്ക് എൻഡിൽ സംഭവിക്കുന്നത് കാര്യങ്ങളെക്കുറിച്ച് ഒരു ധാരണകൾ ലഭിക്കാത്ത കേസുകളുണ്ട്. പലരും അറിയാൻ സാധിച്ചിട്ടൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ള പല സംശയങ്ങൾ, പല ഡൗട്ടുകൾ ഉണ്ട്. അപ്പൊ എന്നാൽ വിധത്തിൽ നിങ്ങൾക്ക് ഉള്ള ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് നൽകുക എന്നുള്ളത് മറ്റുള്ള ആരെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ള വ്യക്തികളോ ഗ്രൂപ്പ് ഓഫ് ആളുകളോ പറയുന്നതിനനുസരിച്ച് നിങ്ങൾ പാനിക് ആവേണ്ട കാര്യമില്ലെന്നും അവർ ഏതെങ്കിലും അജണ്ടയുടെ ഭാഗമായി പാനിക്കാക്കി നമ്മുടെ കമ്മ്യൂണിറ്റിയെ കൊണ്ട് സെല്ല് ചെയ്യിപ്പിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ടോക്കൺ സെല്ല് ചെയ്യുക, ബൈ ചെയ്യുക, സെല്ല് ചെയ്യുക എന്നുള്ളതൊക്കെ ഓരോരുത്തരും പേഴ്സണൽ താല്പര്യങ്ങളാണ്, അത് ഓരോരുത്തരുടെ കൺവിക്ഷൻ. പക്ഷേ നമ്മുടെ പ്രൊജക്റ്റിന്റെ ഒരു പൊട്ടൻഷ്യൽ ഇതാക്കിയ ഒരു വ്യക്തി എന്റെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് എനിക്ക് പ്രത്യേകം അഭ്യർത്ഥിക്കാനുള്ളത്, ടോക്കണുകൾ സെല്ല് ചെയ്യാതെ കഴിയുന്നതും. ഇത് ഒരു പ്രൊജക്റ്റ് ആണെങ്കിൽ അതിനൊരു ഗ്രോത്തിന്റെ ഒരു ടൈം ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്കുള്ള ഒരു ചില സെറ്റ് ബാക്കുകളുടെ സമയം, ആ സെറ്റ് ബാക്കുകളുടെ ഒക്കെ സമയം കഴിഞ്ഞ് നമ്മുടെ ഗ്രോത്തിലേക്കുള്ള അടുത്ത സ്റ്റെപ്പ് നമ്മൾ വെച്ചു തുടങ്ങും. ഞാൻ നിങ്ങളോടൊക്കെ ഏറ്റവും ആദ്യം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മളൊരു വിഡ്രോവലുകൾ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് കമ്പനി മുന്നോട്ട് വെക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് തന്നെ നമ്മളൊക്കെ ആഗ്രഹിച്ചിരുന്നത് ടയർ 1 റേഞ്ചിലുള്ള എക്സ്ചേഞ്ചുകൾ, അതായത് വിങ് എക്സിന്റെ എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തതിനു ശേഷം ഇത് ചെയ്തു തുടങ്ങാം എന്നുള്ളതാണ്. പക്ഷെ എന്നാലും നിങ്ങൾക്കറിയാം, ടയർ 1 പോലത്തെ ഒരു എക്സ്ചേഞ്ച് ലിസ്റ്റ് ചെയ്യുന്ന അതിൻ്റെതായ എല്ലാ ക്രൈറ്റീരിയകളും ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഫില്ല് ചെയ്യുന്നുണ്ട്. ഞങ്ങളാൽ പറ്റുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. 100 കണ്ടീഷൻസ് മറ്റ് എക്സ്ചേഞ്ചുകളെ അപേക്ഷിച്ച് കുറെ കൂടുതലാണ്. എങ്കിലും നമുക്ക് എത്രയും പെട്ടെന്ന് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നു. പക്ഷെ നമ്മൾ പറഞ്ഞത് പ്രകാരം ഏറ്റവും ആദ്യം ഇമ്മീഡിയറ്റ് ആയിട്ട് കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി വന്ന, അല്ലെങ്കിൽ ഒരുപാട് ലീഡേഴ്സ് അല്ലെങ്കിൽ പല പല വ്യക്തികൾ മുഖാന്തരമാണ് നമ്മൾ ഈ കാണുന്ന ഇന്നത്തെ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഞങ്ങൾ നേരിട്ട് കണ്ട് അല്ലെങ്കിൽ നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തല്ല. മൗത്ത് ടു മൗത്ത് പബ്ലിസിറ്റികൾ വഴിയുണ്ട്, അല്ലെങ്കിൽ പല വീഡിയോ ലിങ്കുകൾ വഴിയുണ്ട്. അപ്പൊ പലരും പല തലങ്ങളിൽ അപ്പെക്സ് ടോക്കണെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത് പലർക്കും കൃത്യമായ ഒരു ധാരണ ഉണ്ടാവാൻ സാധിച്ചില്ല. അപ്പൊ അങ്ങനെ വന്ന, അല്ലെങ്കിൽ ഏറ്റവും ആദ്യം വന്ന ഒരു തരത്തിലും വിഡ്രോവലും ലഭിക്കാൻ സാധിക്കാൻ ലഭിക്കാൻ സാധിക്കാത്തവർക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് അവരെ പ്രയോറിറ്റി ബേസിൽ അവർക്ക് മുൻഗണന നൽകിക്കൊണ്ട് വിഡ്രോവൽ ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഏറ്റവും ആദ്യം ചെയ്യാൻ പോകുന്നത്. ഒരിക്കൽ കൂടെ നമ്മൾ ഓരോ ഘട്ടങ്ങളിൽ, അതായത് ഏറ്റവും പ്രയോറിറ്റി ബേസ്ഡ് ഒന്നും കിട്ടാത്തവരാണ് ഏറ്റവും ആദ്യം പരിഗണിക്കുന്നത്. 1% പോലും വിഡ്രോവൽ ലഭിക്കാത്തവർക്കാണ് നമ്മൾ ആദ്യത്തെ പരിഗണന കൊടുക്കുന്നത്. അത് ജനുവരി 10, 2026 നമ്മുടെ സൈറ്റിൽ ലൈവ് ആയിരിക്കും. ഒരിക്കൽ കൂടെ ക്ലിയർ ആയി പറയാം, ആ 1% പോലും കിട്ടാത്ത വ്യക്തികൾക്ക് ടോക്കൺ വൈസോ ഫേസ് 2-യിലൂടെയോ അല്ലാതെ ഇന്റേണൽ ബാലൻസിലൂടെയോ ഉള്ള വിഡ്രോവലുകൾ 0 എന്നുള്ള ആളുകൾക്കായിരിക്കും ആദ്യത്തെ പ്രയോറിറ്റിയിൽ നമ്മൾ കൊടുക്കുന്നത്. മറ്റ് പ്രയോറിറ്റി അത് കൊടുക്കുന്നത് നമ്മുടെ ടോക്കൺ തന്നെ ആയിട്ടായിരിക്കും. ടോക്കൺ നിങ്ങൾക്ക് എക്സ്ചേഞ്ചുകളിലോ അതുപോലത്തെ ട്രസ്റ്റ് വാലറ്റുകളിലോ പോയിട്ടല്ല നിങ്ങൾക്ക് തരിക, മറിച്ച് മറ്റൊരു ഇന്റർഫേസ് ഇവിടെ ഓപ്പൺ ആയിരിക്കും. എനിക്ക് തോന്നുന്നു അതിന്റെ ബാക്ക് എൻഡ് ഓൾമോസ്റ്റ് വർക്ക് തീരാറായിരിക്കുകയാണ്. ജനുവരി 10 കൂടി ആ ഇന്റർഫേസ് ഓപ്പൺ ആവുന്നതായിരിക്കും. അതിൽ ഇൻസ്റ്റന്റ് ആയിട്ട് നിങ്ങൾക്ക് അപ്പെക്സ് ടോക്കൺ ആയിട്ടായിരിക്കും നൽകുക. ആ അപ്പെക്സ് ടോക്കൺ നിങ്ങൾക്ക് നിങ്ങളുടെ ID മുഖാന്തരം നിങ്ങൾക്ക് ലഭിക്കും. ആ അപ്പെക്സ് ടോക്കൺ USDT ആയിട്ട് സ്വാപ്പ് ചെയ്യാൻ സാധിക്കും. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, എല്ലാ പ്രയോറിറ്റി ബേസിൽ നമ്മൾ ആദ്യം 0%, അതായത് 1% പോലും കിട്ടാത്തവർക്കാണ് നമ്മൾ നൽകുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ വിങ് എക്സ് എന്ന എക്സ്ചേഞ്ച് ലിസ്റ്റ് ചെയ്തതിന് ശേഷം ആയിരിക്കും അടുത്ത വിഡ്രോവൽ കമ്പനിയുടെ ഭാഗത്ത് നിന്ന് ഓപ്പൺ ചെയ്യുക.
പ്രത്യേകിച്ച് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ഇനി ഉള്ള കാലങ്ങളിൽ അറിയാം കസ്റ്റമർ സപ്പോർട്ട് ഉണ്ടാവുന്നതായിരിക്കും, യാതൊരു സംശയവുമില്ല. പക്ഷേ അതോടൊപ്പം നിങ്ങളുടെ ഇനിയുള്ള ഒരു കംപ്ലൈന്റ് ചെയ്യണമെങ്കിൽ ആ കമ്പനികൾ നിങ്ങൾ ഒരു ടിക്കറ്റ് ഇഷ്യൂ ചെയ്ത ശേഷമായിരിക്കും നിങ്ങളുടെ ഐഡിയിൽ, നിങ്ങളുടെ സൈറ്റിൽ നിന്ന് ഐഡിയിൽ കയറി ഒരു ടിക്കറ്റ് ഇഷ്യൂ ചെയ്യണം. ആ ടിക്കറ്റ് നമ്പർ സപ്പോർട്ടിൽ പ്രൊവൈഡ് ചെയ്യണം. ആ കംപ്ലൈന്റ് 24 അവർ കൊണ്ട് ക്ലിയർ ചെയ്ത് തരും. അപ്പോൾ ഞാൻ വീണ്ടും സമയമെടുത്ത് അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ് എനിക്ക് പറ്റാവുന്ന രീതിയിൽ ഇൻഫർമേഷൻസ് പാസ് ചെയ്യാൻ ശ്രമിക്കുന്നു. തീർച്ചയായിട്ടും കമ്പനിയുടെ ഒഫീഷ്യൽ സൈറ്റിലും കസ്റ്റമർ സപ്പോർട്ട് ഇൻഫർമേഷൻ നൽകുന്നതായിരിക്കും. എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൃത്യമായി വീണ്ടും ഓർമ്മിപ്പിച്ചുകൊള്ളുന്നു, ഒരു കംപ്ലൈന്റ് ഇനി മുതൽ റിസോൾവ് ചെയ്യുന്നത് എല്ലാം റെക്കോർഡിക്കലി ആയിരിക്കും. ആ കംപ്ലൈന്റ് റിസോൾവ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരു ടിക്കറ്റ് ഇഷ്യൂ ചെയ്തതിനു ശേഷമായിരിക്കും. ടിക്കറ്റ് ഇഷ്യൂ ചെയ്ത് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത് ഓൾറെഡി ജനുവരി തൊട്ട് മുമ്പേ നമ്മുടെ കമ്പനിയിൽ ഉണ്ടായിരുന്ന സിസ്റ്റമാണ്. ജനുവരി 1 തൊട്ട് പലരിടത്തും ഓപ്പൺ ആയിട്ട് ഇൻഫർമേഷൻസ് പാസ് ചെയ്തിട്ടുള്ളതാണ്. ഇഷ്യൂ ചെയ്യാനുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ പ്രത്യേകം പഠിക്കേണ്ടതാണ്. അതുപോലെ തന്നെ മറ്റു എടുത്തു പറയാനുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, വിങ്എക്സ് എക്സ്ചേഞ്ചിൽ ജനുവരി മാസം തന്നെ ലിസ്റ്റ് ചെയ്തിരിക്കും. അതിനു വേണ്ട എല്ലാ കാര്യങ്ങളും ടയർ 1 റേഞ്ചിലുള്ള ടയർ 1 റേഞ്ചിലുള്ള വിങ്എക്സ് എക്സ്ചേഞ്ച് നമ്മൾ ജനുവരി മാസം തന്നെ ലിസ്റ്റ് ചെയ്യും. ആ ലിസ്റ്റ് ശേഷമായിരിക്കും അടുത്ത ഘട്ട വിഡ്രോവലുകൾ പ്രയോറിറ്റി ബേസിൽ നമ്മൾ ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ ഈ ലിസ്റ്റിങ്ങിന് ശേഷം എൻ്റെ പ്രിയപ്പെട്ട കമ്മ്യൂണിറ്റി മെമ്പേഴ്സിനോട് പ്രത്യേകമായി വീണ്ടും ഞാൻ ഒരിക്കൽ കൂടി അപേക്ഷിക്കുന്നു, നിങ്ങൾ ടോക്കൺ ഹോൾഡ് ചെയ്ത് വെക്കാൻ ശ്രമിക്കുക. മറ്റുള്ളവർ പറയുന്ന അല്ലെങ്കിൽ മറ്റുള്ളവർ ഉദ്ദേശിക്കുന്ന അജണ്ടകൾ അല്ലെങ്കിൽ പാനിക് ആക്കുന്ന സിറ്റുവേഷനിൽ നിങ്ങൾ പാനിക് ആവാതിരിക്കുക. കമ്മ്യൂണിറ്റിയെ വിട്ട് ഒരിക്കലും അപ്പെക്സ് കമ്പനി എവിടെയും പോകില്ല. നിങ്ങൾക്ക് പല ലീഡേഴ്സും ഉണ്ടായിട്ടുണ്ടാവും, പലരും പല സുഹൃത്തുക്കളോ അല്ലെങ്കിൽ നിങ്ങൾ പരിചയം വഴി പലരും ചേർത്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് വേണ്ടി ഒരു അപ്പെക്സ് കമ്പനി ഇവിടെ ഉണ്ട്. അവരുടെ സിഇഒ ആയിട്ട് ഇന്നും ഞാനുണ്ട്, നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതോടൊപ്പം തന്നെ ഇതിനൊരു ഒരു കോർപ്പറേറ്റ് ആകുമ്പോൾ അതിൻ്റെതായ പ്രൊഫഷണൽ ട്രാക്കിലൂടെ തന്നെ പോകാൻ പറ്റുള്ളൂ. എല്ലാവരും പലരും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെന്ന് അറിയാം, പക്ഷെ അതിൻ്റെതായ പരിമിതികൾ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്കൊരു കസ്റ്റമർ സപ്പോർട്ട് ഉണ്ട്. അപ്പെക്സുമായിട്ട് ബന്ധപ്പെട്ട എന്ത് ഇൻഫർമേഷൻസ് ആണെങ്കിലും നമ്മുടെ വെബ്സൈറ്റുകളിൽ ലഭ്യമായിരിക്കും. എന്തെങ്കിലും പുതിയതായ പ്രൊജക്ട് ലോഞ്ചിങ്ങോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒഫീഷ്യലി അനൗൺസ് ചെയ്യാൻ ഞാൻ ബാധ്യസ്ഥനാണ്. തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ അറിയിക്കാനുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും ഞാൻ തന്നെ നേരിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പെക്സിന് മറ്റ് പ്രൊജക്റ്റുകൾ ഒന്നുമില്ലാന്ന് ഒരിക്കൽ കൂടി ഓർപ്പിക്കുന്നു. 2026 എന്ന വർഷം തീരുന്നതിനുള്ളിൽ ബിനാൻസ് എന്ന എക്സ്ചേഞ്ചിൽ അപ്പെക്സ് ലിസ്റ്റ് ചെയ്തിരിക്കുമെന്ന് വീണ്ടും ഉറപ്പിച്ച് നിങ്ങളുടെ മുന്നിൽ വ്യക്തമായി നിങ്ങളുടെ മുന്നിൽ നിന്ന് പറയുകയാണ്. ആ ഒരു കോൺഫിഡൻസോട് കൂടി തന്നെ, എന്റെ കമ്മ്യൂണിറ്റിയെ മുന്നിൽ കണ്ടുള്ള കോൺഫിഡൻസോട് കൂടി തന്നെ വീണ്ടും പറയുന്നു, അപ്പെക്സ് നമ്മൾ 2026 അപ്പെക്സിലെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ഓരോരുത്തരും ഫിനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്തിരിക്കും. 1-2% ആളുകൾ പുറത്തു നിന്ന് അല്ലെങ്കിൽ നമുക്കെതിരെ എത്ര തരത്തിൽ ഇപ്പൊ ഒരു സ്റ്റോറി ഉണ്ട്, മാവിലെ കല്ലറിയുള്ളൂ എന്ന് പറഞ്ഞ പോലെയാണ്. നമ്മൾ ഏത് രീതിയിലും എത്ര രീതിയിലും നമ്മളെ തകർക്കാൻ ശ്രമിച്ചാലും നമ്മൾ തീരുമാനിക്കും. എന്റെ കമ്മ്യൂണിറ്റിക്കും നമ്മുടെ കമ്മ്യൂണിറ്റിക്കും വേണ്ടി അപ്പെക്സ് കമ്പനി നിലകൊള്ളും. എത്രയും പെട്ടെന്ന് വിങ്എക്സ് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യും. അതോടൊപ്പം തന്നെ ജനുവരി 10 ശേഷം നമ്മുടെ സൈറ്റുകളിൽ ഉണ്ടാകുന്ന ഇന്റർഫേസിലുള്ള പുതിയ ചേഞ്ചസ്, ടയർ 1 എക്സ്ചേഞ്ചുകൾ ലിസ്റ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായി നമ്മുടെ സൈറ്റിൽ പല ചേഞ്ചുകളും ഉണ്ടാകുന്നതായിരിക്കും. സൈറ്റിലുള്ള പല അപ്ഡേഷൻസും ഉണ്ടാകുന്നതായിരിക്കും. നമ്മുടെ ഇന്റർഫേസിലൊക്കെ പല ചേഞ്ചുകളും ഉണ്ടാകുന്നതായിരിക്കും. എല്ലാം നേരത്തെ പറഞ്ഞ പോലെ റെക്കോർഡിക്കലി ആയിരിക്കും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഡി ആപ്പിൽ വോട്ടിംഗ് സംവിധാനം, ഒരു വോട്ടിംഗ് ഓപ്ഷൻ നിങ്ങൾക്ക് ലൈവായി കാണാൻ സാധിക്കുന്നതായിരിക്കും. ഇനി മുതൽ ഞാൻ ആദ്യമേ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ആണ് അപ്പെക്സിന്റെ ഏറ്റവും വലിയ അസറ്റ്. നിങ്ങൾ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ആണ് ഇനി അങ്ങോട്ട് മുന്നോട്ടുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനങ്ങൾ എടുക്കാൻ ഏറ്റവും വലിയ
പ്രയോറിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ തീരുമാനങ്ങൾ, ഏറ്റവും മെജോറിറ്റിയുടെ തീരുമാനങ്ങൾ എങ്ങനെയാണോ അതിന് ബേസ് ചെയ്തായിരിക്കും പോവുക. അതിന് ഒരു ഇത്തരം വോട്ടിംഗ് പവറുകളുടെ മാനദണ്ഡം എന്ന് പറയുന്നത് ഏറ്റവും ടോക്കണുകൾ ഹോൾഡ് ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. കമ്പനി ഏത് ഡിസ്കഷൻ വരുമ്പോൾ ഓപ്പൺ ഫോറത്തിൽ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി മെമ്പേഴ്സിന് പങ്കുചേരാവുന്നതായിരിക്കും. അത് വോട്ടിംഗ് പവറുകൾ എല്ലാവർക്കും നൽകുന്നതായിരിക്കും. അപ്പോൾ മുന്നോട്ടുള്ള ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് ഓരോ മെസ്സേജുകൾ ത്രൂ നൽകുന്നതായിരിക്കും. പ്രത്യേകമായി ഒന്നുകൂടെ ഓർപ്പിച്ചുകൊണ്ട് ഇനിയുള്ള ഏത് മെസ്സേജുകളും നിങ്ങൾക്ക് കസ്റ്റമർ സപ്പോർട്ടിൽ കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു വെബ്സൈറ്റ് ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് മുന്നിലുള്ള ഒരുപാട് ആത്മാർത്ഥമായി നിൽക്കുന്ന ഒരുപാട് ലീഡേഴ്സ് ഉണ്ട്. പോയവർക്കൊക്കെയും തിരിച്ച് എപ്പോൾ വേണമെങ്കിലും വരാം. അപ്പെക്സിന്റെ വാതിലുകൾ എല്ലാവർക്കും വേണ്ടി എന്നും തുറന്നിട്ടിരിക്കുന്നതായിരിക്കും. ആര് പോയാലും വന്നാലും അപ്പെക്സിന്റെ പാർട്ടായിട്ടുള്ള 2026 കൂടി ഫിനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഒരുവിധം എല്ലാ കാര്യങ്ങളും കവർ ചെയ്യാൻ പറ്റിയെന്ന് വിശ്വസിച്ചുകൊണ്ട് അടുത്ത ബിങ്ങെക്സ് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യുന്ന സമയത്തോടുകൂടി അടുത്ത സൂം മീറ്റിൽ പ്രസന്റ് ആവും എന്ന് ഓർമ്മിച്ചുകൊണ്ട് എല്ലാവരും നന്ദി പറഞ്ഞത് നിർത്തുന്നു. താങ്ക് യു. ഓക്കെ താങ്ക് യു സർ. താങ്ക് യു. ഇപ്പോ മാണി സാർ പറഞ്ഞ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ആദ്യമായി പറഞ്ഞ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്. അറിയാത്തവർക്ക് ആൾക്കൂടി പറയാൻ വേണ്ടിയിട്ടാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. ഈ മാസം 10-ാം തീയതി മുതൽ പിന്നെ ഒരു പേയ്മെന്റ് പോലും കിട്ടാത്ത ആളുകൾ, വിഡ്രോ ചെയ്യാത്ത ആളുകൾ, അതായത് നമ്മളെ സൈറ്റിനകത്ത് നോക്കിയാൽ കാണാൻ പറ്റും, ഒരു അപ്പെക്സിൽ വന്നിട്ട് ഒരു ID പോലും വിഡ്രോ ചെയ്തിട്ടില്ല. അപ്പൊ അവിടെ നമ്മൾ 0 കാണാൻ ബാലൻസ്. വിഡ്രോ ചെയ്യാത്തവർക്ക് അവർക്ക് വിഡ്രോയില് ഓപ്പൺ ആവും. 10-ാം തീയതി മുതൽ സ്റ്റാർട്ട് ആവും. അവർക്ക് പ്രസന്റ് എന്ന് പറഞ്ഞില്ല, അവർക്ക് വിഡ്രോയില് സ്റ്റാർട്ട് ആവുന്നുണ്ടാവും. ഓക്കെ, ഫസ്റ്റ് ചെയ്യുന്ന കമ്പനി അതാണ്. ഒരു പേയ്മെന്റ് പോലും കിട്ടാത്ത ആളുകൾക്ക് വിഡ്രോയില് സ്റ്റാർട്ട് ആക്കുന്നുണ്ട്, എടുക്കാത്തവർക്ക്. ഓക്കെ, അപ്പൊ നമ്മൾ ഫേസ് 2ലേക്ക് മാറ്റാത്ത ഒരുപാട് പേരുണ്ട്. അപ്പൊ അവർക്കൊക്കെയാണ് ഇപ്പൊ ഫസ്റ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ ആ ഒരു ആളെ ഫസ്റ്റ് കമ്പനി പരിഗണിക്കുകയാണ്. 10-ാം തീയതി മുതലാണ് അത് സ്റ്റാർട്ട് ചെയ്യാം. രണ്ടാമത്തെ കാര്യം പറഞ്ഞിരിക്കുന്നത്, നെക്സ്റ്റ് വിന്നെക്സിൽ ഈ വർഷം തന്നെ, ഈ മാസം തന്നെ, ജനുവരി തന്നെ വിന്നെക്സ് ലിസ്റ്റ് ചെയ്യും. യാതൊരു സംശയമില്ല. നെക്സ്റ്റ് സൂമിൽ വരുമ്പോൾ പറയാന്ന് പറഞ്ഞു. അപ്പൊ ആ ഒരു കാര്യം കൂടി പറയാണ്. അത് കഴിഞ്ഞ ശേഷം സെക്കൻഡുള്ള അതിന്റെ പാർട്ടായിട്ടുള്ള വിഡ്രോല് അതും സ്റ്റാർട്ട് ആവുന്നുണ്ടാവും. ഇപ്പൊ വിഡ്രോലിന്റെ കാര്യം പറഞ്ഞു. നമുക്ക് ഇൻസ്റ്റന്റ് അപ്പർ സ്റ്റോക്ക് കിട്ടുവാണെങ്കിൽ പോലും അവിടെ നമുക്കൊരു പുതിയൊരു വെർഷൻ വരുന്നുണ്ടാവും. അവിടെ USDT ആണ് വിഡ്രോൽ ആവുക. ആ പുതിയ വരുന്ന ആൾക്ക് അപ്പർ സ്റ്റോക്കിന് ഇൻസ്റ്റന്റ് കിട്ടുന്നുണ്ടെങ്കിലും അവിടെ വിഡ്രോവില് വരുന്നത് USDT ആയിട്ടാണ് നമുക്ക് ക്രെഡിറ്റ് ആവുക. അത് സ്വൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ ഉണ്ടാവാം. അപ്പൊ നിങ്ങൾക്കത് അപ്പർ സ്റ്റോക്കും കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്ചേഞ്ചിൽ പോയി വിൽക്കാനോ അവിടെ പോയി വെക്കാനോ ഒന്നും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് കിട്ടുന്നത് USDT ആയിട്ട് അത് സ്വൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അത് മനസ്സിലാക്കാന്ന് വിചാരിക്കുന്നു. പിന്നെ കസ്റ്റമർ സപ്പോർട്ട്, ഇനി മുതൽ നമുക്ക് ഒരു കസ്റ്റമർ നമ്പർ അല്ല, അവിടെ ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റം തന്നെ വരുന്നുണ്ട്. ഒരു കംപ്ലൈന്റ് വന്നാൽ ആ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മളിപ്പോ നമുക്കറിയാലോ, നമ്മൾക്ക് ഒരു രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു നമ്പർ കിട്ടും. ആ നമ്പർ പിന്നെ പറഞ്ഞു കൊടുത്താൽ മതി. അതേമാതിരി നമ്പർ ആയിരിക്കും കിട്ടുക. ആ നമ്പറിൽ നമുക്ക് കംപ്ലൈന്റ് ഒക്കെ ചെയ്യാൻ പറ്റും. സപ്പോർട്ടിംഗ് സിസ്റ്റമാണ്. റിയൽ ആയിട്ട് ടയർ 1 എക്സ്ചേഞ്ചുകൾക്ക് വരുമ്പോൾ കമ്പനിക്ക് ഒരുപാട് മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങൾ അതേ ചാനൽ കൂടെ തന്നെയാണ് ഫോൺ വിളിച്ച് പറയാ. അതൊന്നും അല്ലേ നടക്കുക. ഇനി ആ സിസ്റ്റമാറ്റിക് ആയിരിക്കും നടക്കുന്നതാണ് പറഞ്ഞു. പിന്നെ പറഞ്ഞെന്താണ്, DApp ത്രൂ നമുക്ക് വോട്ടിംഗ് സിസ്റ്റം വരാൻ പോവാണ്. എന്തിനാണ്, ആരുള്ളാണ് ടോക്കൺ കൂടുതൽ അവർക്ക് ഒരു പ്രയോറിറ്റി ബേസ് ചെയ്ത് അവർക്ക് ഒരു വോട്ടിംഗ് ചെയ്യാൻ പറ്റും. അത് അപ്പോൾ ഒരു കാര്യം തീരുമാനിക്കുമ്പോൾ ആ തീരുമാനിക്കുന്ന ആരെ കയ്യിലേക്കാണ് ടോക്കണില് അവരാണ് തീരുമാനിക്കുക, കമ്പനി അല്ല തീരുമാനിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ കമ്പനി പറഞ്ഞിരിക്കുന്നത് നമ്മൾക്ക് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പ്രിയോറിറ്റി ബേസ് ആണ് വിഡ്രോവൽ കിട്ടുക. ആദ്യം കിട്ടാത്തവർക്കാണ്. പിന്നെ ഇത് ലിസ്റ്റ് ചെയ്ത ശേഷം നെക്സ്റ്റ് അതിന്റെ സെക്കൻഡ് പാർട്ട് ആർക്കാണ് അവർക്ക് വരുന്നുണ്ടാവും. അങ്ങനെ പാർട്ടായിട്ടായിരിക്കാണ് കിട്ടുന്നത്. വൺ ടൈമിൽ എല്ലാവർക്കും അല്ല കൊടുക്കുന്നത് ആദ്യം കിട്ടാത്തവർക്ക്. പിന്നെ നെക്സ്റ്റ് ലിസ്റ്റ് ചെയ്തതിനു ശേഷം, അപ്പോൾ ആ ലിസ്റ്റ് ഈ മാസം നടക്കുന്നുണ്ട് ലിസ്റ്റിങ്. അത് നടക്കുന്ന സമയത്ത് എല്ലാവർക്കും അറിയാം, ബിന്നെക്സ് പറഞ്ഞ എക്സ്ചേഞ്ച് നിങ്ങൾ ഏതെങ്കിലും ടോക്കൺ എടുത്ത് ബിന്നെക്സിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാവും 10-15 ഇരട്ടി പ്രൈസ് കയറിയ ചരിത്രം ഉണ്ട്. അതുകൊണ്ട് ഏത് ടോക്കൺ ബിന്നെക്സിൽ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ബിന്നെക്സ് പറഞ്ഞ എക്സ്ചേഞ്ച് 22 മില്യൺ പബ്ലിക്കുള്ള എക്സ്ചേഞ്ച് ആണ്. ആ എക്സ്ചേഞ്ചിൽ വരുമ്പോൾ നമ്മുടെ പ്രൈസിനൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ ബിന്നെക്സിലെ ഒരു ടോക്കൺ എടുത്ത് നോക്കുക, ഏതെങ്കിലും ടോക്കൺ എടുത്ത് നോക്കുമ്പോൾ അത് വന്നതും അതിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസും അത് നിൽക്കുന്ന റേറ്റും ഒക്കെ നോക്കിയാൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ എല്ലാവരോടും ഇതാണ് പറയാനുള്ളത്. ഇപ്പൊ നമ്മൾ കമ്പനി പറഞ്ഞായിരിക്കും പറഞ്ഞു തോന്നുന്നു. കാരണം ഇത്രയും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പൊ ടയർ 1 എക്സ്ചേഞ്ചിൽ വരുമ്പോൾ അതിൻ്റെതായ കാര്യങ്ങളുണ്ട്. പിന്നെ പറഞ്ഞിരിക്കുന്നത് 2026
കഴിയുമ്പോഴേക്കും എല്ലാവർക്കും അപ്പെക്സ് എന്നുള്ളത് ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടായിട്ടുണ്ടാവും. ഫിനാൻസറിന് എക്സ്ചേഞ്ചിൽ എത്തിക്കുന്നതാണ് സിഒ പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ നമുക്കൊക്കെ അറിയാം, നമ്മളിപ്പോ 3 വർഷമായിട്ട് ഈ കമ്പനി മാർക്കറ്റിൽ നിൽക്കുക. ഇപ്പൊ നമ്മൾ സിഒ ഇന്നും നമ്മളെ മുന്നിൽ വന്നിട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരികയാണ്. നിങ്ങൾക്ക് പല ആളുകൾ നിങ്ങളെ കൊണ്ടുവന്ന ആളുകൾ ഉണ്ടാവും. ആ ആളുകൾ ഇപ്പൊ നിങ്ങൾ ബിസിനസ്സിൽ ഉണ്ടാവില്ല, അല്ലെ അവർ വേറെ കമ്പനി ആയിട്ട് പോലും പാനിക് ആവണ്ട. കാരണം അവര് കുറച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് വരും. കാരണം അവരെ കയ്യിലൊക്കെ ഈ ടോക്കൺ ഉണ്ട്. ഈ ടോക്കനൊക്കെ പ്രൈസ് കയറുമ്പോൾ അവർക്കൊക്കെ വിൽക്കാൻ നമ്മളെ ഈ കമ്പനി തന്നെ വരുന്നുണ്ടാവും. അതൊരു പേടിയും പേടിക്കണ്ട. എല്ലാവരും ഈ കമ്പനി പറഞ്ഞ മാതിരി കമ്പനിയുടെ അസറ്റ് ഈ പബ്ലിക്കാണ്. ഈ പബ്ലിക് തന്നെ നാളെ ഇത് വലിയൊരു അസറ്റായിട്ട് മാറ്റുന്നുണ്ടാവും. ഇത്രയും പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് മാണി സാർ പറഞ്ഞിരിക്കുന്നത്. അപ്പോ നെക്സ്റ്റ് 10-ാം തീയതി ആകുമ്പോഴേക്കും നമ്മൾ അപ്ഡേറ്റ് ആയി നമ്മുടെ സൈറ്റൊക്കെ ഒരുപാട് ചേഞ്ചസ് വരുന്ന നമുക്ക് കാണാൻ പറ്റും. ഈ ആപ്പിൽ വോട്ടിംഗ് സിസ്റ്റം വരുന്ന കാണാം, സപ്പോർട്ടിങ് വേറെ സിസ്റ്റം എന്ന് കാണാം. നമുക്കത് കംപ്ലീറ്റ് റീഷ് ചെയ്യണം. അപ്പൊ നാളെ മുതൽ ഉണ്ടാവില്ല, 10-ാം തീയതി ആകുമ്പോഴേ ഇതുണ്ടാവുള്ളൂ. 10-ാം തീയതിക്ക് ശേഷമാണ് വിഡ്രോവൽ സ്റ്റാർട്ട് ആവുക. കിട്ടാത്തവർക്കാണ് പരിഗണന ഫസ്റ്റ്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ലിസ്റ്റിംഗ് വരുന്നത്. പിന്നെ അതിന് പ്രയോറിറ്റി ബേസ് ചെയ്തുകൊണ്ട് കൊടുത്തെന്നാണ് കമ്പനി പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാന്ന് വിചാരിക്കുന്നു. ഇത്രയും കാര്യം പറഞ്ഞ് ഞാൻ നിർത്തുന്നു. ഗുഡ് നൈറ്റ്.